DS RKNX മാർക്കാണ് 2025 നീറ്റ് ക്വസ്റ്റ്യൻ. റിയാക്റ്റന്റും റിയേജൻസും തന്നിട്ടുണ്ട്, പ്രോഡക്റ്റ് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ആദ്യം ഈ റിയാക്റ്റിലേക്ക് ഹൈഡ്രജൻ ബ്രോമൈഡും ബെൻസൈൽ പെറോക്സിനും ഓർഗാനിക് പെറോക്സിനും ആഡ് ചെയ്യണം. ഹൈഡ്രജൻ ബ്രോമൈഡും ഓർഗാനിക് ബെൻസൈൽ പെറോക്സിനും addition is anti-Markovnikov of addition. Then bromide ion, നിങ്ങൾക്കറിയാം bromide ion will attach carbon containing more number of hydrogen atom. ഏത് കാർബണിലാണോ ഹൈഡ്രജൻ ആറ്റം കൂടുതൽ അവിടത്തേക്ക് ബ്രോമൈഡ് അയോൺ അറ്റാച്ച് ചെയ്യും. പ്രോഡക്റ്റ് നമുക്ക് നോക്കാം. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. യെസ്, ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് വന്നു, അഡിഷൻ ആണ്, ഡബിൾ ബോണ്ട് തീർച്ചയായിട്ടും റിമൂവ് ചെയ്യപ്പെട്ടു, ബ്രോമിൻ അറ്റാച്ച് ചെയ്തു. ഇതിലേക്ക് പൊട്ടാഷ്യം സയനൈഡ് എടുത്തു. പൊട്ടാഷ്യം സയനൈഡ് ഇറ്റ്സ് എ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. Br minus will substitute by Cn minus അല്ലേ. Br minus വന്നിട്ട് മാറിയിട്ട് ആര് വരും? Cn minus വരും. ഇറ്റ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, റിമൂവൽ ഓഫ് Kbr റിമൂവ് ചെയ്തു, ആൻഡ് ദ പ്രോഡക്റ്റ് ഈസ് ലൈക്ക് ദിസ് അല്ലേ. ഇവിടെ മിഥൈൽ ഗ്രൂപ്പ് വന്നു, ഇവിടെ സയനൈഡ് എന്ന C ട്രിപ്പിൾ ബോണ്ട് എന്നാണ്, C ട്രിപ്പിൾ ബോണ്ട് എൻ. ഈ സയനൈഡിലേക്ക് സോഡിയം ആൽക്കഹോൾ വെച്ച് റെഡ്യൂസ് ചെയ്യുക. സോഡിയം ആൽക്കഹോൾ വെച്ച് റെഡ്യൂസ് ചെയ്യുക. സോഡിയം ആൽക്കഹോൾ റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കുക, കിട്ടുന്ന പ്രോഡക്റ്റ് CH2NH2. ഈ ട്രിപ്പിൾ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും, ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അതായത് ഈ രണ്ട് പൈ ബോണ്ടുകൾ റിമൂവ് ചെയ്തിട്ട് അവിടെ CH2NH2 ആയി മാറും. ദ പ്രോഡക്റ്റ് ഈസ് ഇതാ. ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് വന്നു, ഇവിടെ CH2NH2 ആയി മാറും, CH2NH2. യെസ്, അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം. പ്രോഡക്റ്റ് ഈസ് ഓപ്ഷൻ 1 അല്ലേ.